ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം നമ്മുടെ ദീപാവലി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോയ ആ ടെമ്പിളിലേക്കാണ് ഇന്ന് പോകുന്നത്. വെളുപ്പിനെയാണ് കേട്ടോ ഞാൻ എണീറ്റുള്ളത്. കൂടിപ്പോയ 1.5 മണിക്കൂർ എങ്ങാണ്ട് ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ആ ഒരു ഇതാണ് നിങ്ങളെൻ്റെ മുഖത്ത്, ആ ഒരു ക്ഷീണമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങാൻ തോന്നുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഷൂട്ട് നടക്കുമെന്ന് തന്നെ അറിയില്ല. പക്ഷേ എന്തായാലും റെഡി ആവാനായിട്ട് ഞാൻ പോവാണ്. ഞാൻ നേരെ കുളിച്ചിട്ട് ഇതായിരുന്നു ഔട്ട്ഫിറ്റ്. ഇത് കംപ്ലീറ്റ് ലുക്ക് അല്ല കേട്ടോ, ധാവണിയാണ്. പക്ഷേ എനിക്ക് ഷോൾ എടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ അത് ബാഗിലെടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസും എടുത്തിട്ടുണ്ട്. സോ ഈ ലുക്കിലാണ് ഞാൻ പോകുന്നത്. ഞാൻ റെഡി ആവാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമ്മളുടെ മുക്കട ജംഗ്ഷനിലുള്ള ഷീ സ്റ്റൈലിലേക്കാണ് കേട്ടോ. ഷീ സ്റ്റൈലുമായിട്ടുള്ള 4ാമത്തെ കൊളാബാണ് കേട്ടോ. അതായത് 4 ഡിഫറെൻറ്റ് ലുക്സ് ആണ്. കാണണം എന്ന് താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷീ സ്റ്റൈൽ എന്ന ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താലും മതി. പ്ലീറ്റ് എടുക്കാൻ അറിയാത്തതുകൊണ്ട് വെറുതെ അവിടെ കിടന്നൊരു ഷോൾ എടുത്ത് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ആ ഷോളും കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെറ്റിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, ബഹളമൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നമ്മളതേ പുറത്ത് ഫുൾ ഇരുട്ടാണ്. നമ്മൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ പോകുന്നത് റെഡി ആവാനായിട്ട്. അങ്ങനെ ചേച്ചി ഓൾറെഡി അവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ കണ്ട കാഴ്ചയാണ് ഷോ. ഇവരെ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കും? മുറിക്കാനാണോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലേക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാൻ കൊണ്ടുപോകണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ 100,000 ഡൗട്ട്സ് ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മളവിടെ ഷീ സ്റ്റൈലിലെത്തി. അവിടെ എന്താണ് പുതിയ ഐറ്റംസ് വന്നിട്ടില്ലെന്ന് ഞാൻ ഷെൽഫിലൊക്കെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴേ ഈ ഒരു ബ്രോഷർ കണ്ടേ. അപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ റേറ്റും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ എന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഉണ്ട്. അതേപോലെ ഇൻസ്റ്റ ഐഡിയും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് ദം, അല്ലെങ്കിൽ മൊബൈലിലായാലും കോൺടാക്ട് ചെയ്താൽ മതി. ഷോള് പ്രോപ്പറായിട്ട് സെറ്റൊന്നും ചെയ്തിട്ടില്ല. ഹെയറൊക്കെ ചെയ്ത് എണീക്കുമ്പോഴത്തേക്ക് വീണ്ടും അത് ഒരു കോലമാവും. അത് കാരണം ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഹെയർ ഫ്രണ്ട് പോർഷൻ ഒന്ന് ക്രിമ്പ് ചെയ്തിട്ട് ചേച്ചി തന്നെ ചെയ്തൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഞാൻ ഒരു 2-3 റെഫറൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇന്ന ലുക്ക് ചെയ്യണം എന്നൊന്നും ഈ വട്ടത്തെ ഷൂട്ടിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം, കൊള്ളില്ലെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്ത് തന്നപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ മുടി എനിക്ക് ബേബി ഹെയർസ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ മെസ്സി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം. പിന്നെ സ്ലിക്കപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ അതെല്ലാം കറക്റ്റ് പൊസിഷനിലാക്കി. പിന്നെ ചേച്ചി ആ പൊട്ട് എനിക്ക് ഇട്ട് തരുമായിരുന്നു കേട്ടോ. ചെറിയൊരു ഗോപി പൊട്ട് ഇടണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ചേച്ചി കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. ബട്ട് എനിക്കത് ഇഷ്ടമായി. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി മാല ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്മൽ അവിടെ വന്നിട്ടാണ് ഇട്ട്. കണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ വാലിട്ട് എഴുതി തരാൻ പറഞ്ഞു. സോ ചേച്ചി അതും ചെയ്തു തന്നു. ഐഷാഡോ വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കൊടുത്തത്. ഏറ്റവും ലാസ്റ്റാണ് ഫുള്ള് ഷോളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചൊന്ന് അയണൊക്കെ ചെയ്തു തന്നു. ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. എന്നിട്ട് കുറച്ച് നേരമായിട്ട് താഴെ അമ്മയും വിഷ്ണുവും സേതും സായന്തും ഒക്കെ കാറിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ താഴേക്ക് പോയി, കാറിൽ കയറി. അപ്പം നമ്മൾ പോയ വഴി നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും എന്ന്. ഈ മഴയത്ത് എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അയ്യോ ഇനി എന്തോ ചെയ്യും. എന്തായാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പോയി. ആദ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്ക് മഴ ഫുള്ള് മാറി. പിന്നെ ഇതിനെ മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഇരട്ടി ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഒരിടത്ത് എത്തിയപ്പോഴത്തേക്ക് ചാറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ദീപാവലി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്ന നമ്മുടെ ചേനമത്ത് ടെമ്പിൾ ഉണ്ടല്ലോ, ചാത്തന്നൂർ, അവിടെ കണ്ടോ പോകുന്നത്. അമ്മ അന്ന് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഈ വട്ടം അമ്മയായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഈ വട്ടം നമ്മൾ പോയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം പോയ ആ ഒരു ഇതിൽ കൂടെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുവാണ് ഈ ഒരു വഴി പറഞ്ഞു തന്നെ. ഭയങ്കര പച്ചപ്പൊക്കെയുള്ള ഫുള്ള് അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളവും പാടത്തിൻ്റെ ആ ഒരു നടുക്കൂടെ കറക്റ്റ് അമ്പലത്തിൻ്റെ സെൻറ്ററിലൂടെ പോകായിരുന്നു. നമ്മൾ മൂവിയിലൊക്കെ ഇങ്ങനത്തെ കുറേ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു അമ്പലം കാണുന്നത് ആ ഒരു വട്ടം ദീപാവലി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴായിരുന്നു കേട്ടോ. പിന്നെ അന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് ഈ വട്ടം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് രാവിലെ വന്നതുകൊണ്ടും പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുള്ളത് കൊണ്ടും ഓക്കെ സമയമുണ്ട്, കുറച്ച് നേരം കാറിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിനകത്ത് അമ്പലത്തിൽ കയറിയത്. എന്ത് രസമല്ലേ. മൂവിയിലൊക്കെ ഞാൻ ഇത്രയും കിടിലായിട്ടുള്ള അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതിനു മുന്നേ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലൂടെ ആ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പം അത് കാരണം ഭയങ്കര കണ്ണിനൊരു വല്ലാത്തൊരു കുളിർമ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക്
അവിടെ കുറച്ച് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, അതാണ് അവിടുത്തെ ഗ്രൗണ്ട്, നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. സോ അവിടെ ഓൾറെഡി കുറച്ച് ഷൂട്ടൊക്കെ റോഡിൽ നടക്കുന്നുണ്ടായിരുന്നു. മഴ കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടയൊക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് കാറിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, മഴ കാരണം പുറത്തിറങ്ങാൻ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതേ അതിനകത്തേക്ക് കയറാണ്ട് ഇങ്ങനെ കുറച്ച് നേരം കാറിൽ ഇങ്ങനെ ഇരുന്നു. എല്ലാവരും പോസ്റ്റായി പോയിട്ടോ, കുറച്ചധികം നേരം. അമ്മ ഇങ്ങനെ ഇരിക്കുക പോസ്റ്റ് എടുത്ത് എന്തോ വേണമെന്ന് അറിയാണ്ട്. കുറേ നേരം കാറിലിരുന്നിട്ട് നമ്മൾ പിന്നെ എനിക്ക് പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ നേരുന്നു. നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ അമ്മയും വിഷ്ണുവിനെയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട്, അവിടെ ഒരു മണ്ഡപം പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. മഴ നനയാത്ത രീതിയിൽ ആദ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് അങ്ങനെ വെള്ളം വീഴുന്നില്ലായിരുന്നു കേട്ടോ. അതായത് പകുതിയോളം വെള്ളം വീണിട്ടേ ഇല്ല, പക്ഷെ ബാക്കി താഴേക്ക് ഫുള്ള് നനഞ്ഞിങ്ങനെ ആ പാവാട ഫുള്ള് നനഞ്ഞിരിക്കുമായിരുന്നു. ഓൾറെഡി അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു 4-5 ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരു കപ്പിള് കാറിൽ അവർ നമ്മൾ വരുന്നതിന് മുന്നേ വന്നതാണ്, പക്ഷേ മഴ കാരണം അവർ പുറത്തിറങ്ങിയില്ല. പിന്നെ 2 കുട്ടികളുണ്ടായിരുന്നു, അവർ എന്തോ റീൽസിൻ്റെ ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് 2 കപ്പിൾസ് അവരുടെ സേവ് ദ ഡേറ്റോ അങ്ങനെ എന്തോ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് റോഡിലായിരുന്നു കേട്ടോ. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാവുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിലിറങ്ങി കേട്ടോ. വെള്ളത്തിലിറങ്ങി നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തു. കണ്ടോ എത്ര കഷ്ടപ്പെട്ടാണ് ഈ മഴയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടോ. ഒരു കയ്യിൽ കുട, ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ്, വളരെ സാഹസികമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത്. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴ നനയാനായിട്ടൊക്കെ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാറില്ല. ബട്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എപ്പോൾ മഴ സീസൺ സ്റ്റാർട്ട് ചെയ്താലും എൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണും, ഞാൻ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല എന്നെ കാണിച്ചും തരുന്നുണ്ട് കേട്ടോ. ബിക്കോസ് സാരി കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഹെയർ ഓക്കെ ആണോ എന്നൊക്കെ. ബിക്കോസ് ഒന്നാമത് നനഞ്ഞും കൂടിയിട്ട് ഇരിക്കല്ലേ, അപ്പം അത് കാരണം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞങ്ങളെ കണ്ടില്ലല്ലോ എന്നറിയാൻ നമ്മളെ നോക്കി വന്നതാണ് കേട്ടോ വിഷ്ണു. അപ്പോഴത്തേക്ക് മഴ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. ഞാൻ പറഞ്ഞു കുറച്ച് സിംഗിൾ പിക്ചേഴ്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വിഷ്ണുവിൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. ഞാനും വിഷ്ണുവും ഒരുമിച്ചുള്ള അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. ഇതായിരുന്നു കേട്ടോ എൻ്റെ കോലം. അപ്പോഴത്തേക്ക് കണ്ടോ, ഞാൻ മേക്കപ്പ് ഇടില്ല എന്ന് ഇതിലും വലിയ തെളിവ് എനിക്ക് നിങ്ങൾക്ക് തരാനില്ല ഗൈസ്. ഒന്നും ഒലിച്ചിറങ്ങി പോയിട്ടൊന്നും ഇല്ല. ഐലൈനർ വന്നിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പൊട്ടോ, ശരിക്കും പറഞ്ഞാൽ പൊട്ട് അങ്ങനെ വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ എന്നിട്ട് പോലും ആ പൊട്ട് പോയില്ല. പിന്നെ വിഷ്ണുവിൻ്റെ ഒരു മിനി ഫോട്ടോഷൂട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ നോക്കിയും കണ്ടും അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. ഈ ഫോട്ടോഷൂട്ടിന് വന്നിട്ട് ഭയങ്കരമായിട്ട് പോസ്റ്റായ ഒരാളേ ഉള്ളൂ, അത് അമ്മയാണ്. അമ്മ ഇപ്പോഴും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. വിഷ്ണു നമ്മളെ നോക്കാൻ വന്നപ്പോഴാണ് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ച് നിർത്തുമായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല. അതുകൊണ്ട് ഞാൻ നേരെ ചെന്നു, അമ്മേനെയും വിളിച്ചിട്ട് വന്നു, അമ്പലത്തിൽ പോയി. മഹാദേവനും ശ്രീപാർവതിയും ഗണപതിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നല്ല രീതിയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മ വളരെ ഹാപ്പി. അത്രയും നേരം പോസ്റ്റ് ആയെങ്കിൽ എന്താ, അതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ 3 പേരുടെയും ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു. പിന്നെ ക്യാമറയിൽ ലെൻസിൽ വെള്ളം വീഴണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫോൺ കൊടുക്കുമായിരുന്നു, ഫോണിൽ എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടൈമിൽ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇതൊക്കെ. ഒരു പ്രോപ്പറായിട്ട് മഴയത്തൊരു ഫോട്ടോഷൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ എനിക്കൊന്നു വീടിൻ്റെ മേളിൽ ടെറസിൽ ഒരു വട്ടം നല്ലോണം മഴ പെയ്ത ടൈമിൽ വിഷ്ണു എൻ്റെ കുറച്ച് പിക്ചേഴ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസ് എടുക്കണം എന്ന ഒരു ഇതിൽ ത്രില്ലിലായതുകൊണ്ട് തന്നെ ഈ മഴ നനഞ്ഞിട്ടും വെള്ളത്തിൽ ഞാനിങ്ങനെ കുളിച്ച് നിൽക്കുകയാണെങ്കിലും വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കാറി കയറി കഴിഞ്ഞപ്പോഴാണ് ഗൈസ്, അയ്യോ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമായിരുന്നു കേട്ടോ. വിഷ്ണു ഒന്നും അത്ര നനഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കില്ലേ, നമ്മളിങ്ങനെ പോയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനത്തെ കണ്ടു. അപ്പം ഇങ്ങനെ കാറിലിരുന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു കൊക്കായിരിക്കും. ഞാൻ കറുത്ത കൊക്കൊക്കെ ഉണ്ടോ? അടുത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത് മയിലായിരുന്നു. ആ വീട്ടിൻ്റെ ആ ഒരു തൊട്ടിപ്പുറത്ത് ഒരു വീട് കണ്ടില്ലേ, ആ വീട്ടിന് അങ്ങോട്ടേക്ക് ഇത് പറന്നുപോയി. ആൻഡ് ആ വീടിൻ്റെ മേളിലും വേറൊരു മയിലും ഉണ്ടായിരുന്നു. ആൺമയിലാണോ പെൺമയിലാണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു കൗതുകം എനിക്ക്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് പറന്ന്, നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നേ ഇല്ല ലൈക്ക് ഇത് പറക്കും എന്നൊന്നും. ഇതങ്ങ് പറന്നങ്ങ് പോയിട്ടോ. എന്നിട്ട് ആ മതിലിൽ പോയിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആ വീടിനകത്ത് കുറേ കിളിക്കൂടും അതെനിക്ക് പട്ടിക്കൂടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും പക്ഷികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരുടെയോ വീടാണെന്ന് മനസ്സിലായി. പിന്നെ അതുമാത്രമല്ല അതിനകത്ത് വേറൊരു മയിലൂടെ ഉണ്ടായിരുന്നു ആ വീടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക്. ആ ടോപ്പിലിരുന്ന ആ ഒരു മയിലിനെ നമ്മൾ അപ്പം കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ മയിലിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ മയിലിങ്ങനെ ചാടി പറന്നൊക്കെ പോകുന്ന കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തേ. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മയിലൂടെ ഉണ്ടോ, ഒന്ന് ബാക്കിലേക്ക് എടുത്തേ.
അങ്ങനെ വണ്ടി ബാക്കിലേക്ക് എടുത്തപ്പോഴാണ് ഇതേ കണ്ടോ ആ ടോപ്പിൽ അവിടെ ഇരിക്കുന്നത് കണ്ടോ, 2 ഉണ്ട് അവിടെ. അതെൻ്റെ കണ്ടുപിടുത്തമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാവരെയും അത് കാണിച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നീട് അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തണുപ്പെടുത്തിട്ട് എൻ്റെ കയ്യിൽ മറ്റേ രോമം മൊത്തം ഇങ്ങനെ എണീറ്റിക്കാന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു വിറച്ച അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ ആ ഫുൾ ജേർണി തിരിച്ചിങ്ങോട്ടേക്ക് ഇരുന്നത്. വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളും മേടിച്ച് അമ്മയെ വീട്ടിലാക്കി. ഞങ്ങൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് ഇവരെ ജംഗ്ഷനിലേക്ക് ആക്കുന്നതിന് മുന്നേ ഫുഡും കഴിക്കാമെന്ന് കരുതി അവിടെ തന്നെയുള്ള ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അറൗണ്ട് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് സംശയമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്ത് തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദോശ മാത്രമേ, തട്ടുദോശ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശം തട്ടുദോശ ഞാൻ ആദ്യമായിട്ടുണ്ടോ കഴിക്കുന്നത്. പക്ഷെ കറി കൊള്ളായിരുന്നു കേട്ടോ. ദോശ കൊള്ളില്ലായിരുന്നെങ്കിലും കറി കൊള്ളാമായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ പോലും കിടിലം ഒരു ഫോട്ടോഷൂട്ട് ഡേ ആയിരുന്നു. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. എടുത്ത ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് കിട്ടിയ കുറച്ച് പിക്ചേഴ്സാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. കിട്ടിയ എല്ലാ പിക്ചേഴ്സും ആഡ് ചെയ്തിട്ടുമില്ല കേട്ടോ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. പിന്നെ എൻ്റെ സിംഗിൾ ഫോട്ടോസ്, അതേപോലെ വിഷ്ണുവിൻ്റെയും കുറച്ച് സിംഗിൾ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കപ്പിൾ പിക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് മേ ബി എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ബ്ലൂറോ പറവ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെക്ക് ചെയ്താലും ഈ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനൊക്കും. ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മാത്രമല്ല മറ്റ് കപ്പിൾസിൻ്റെയും കുറച്ച് അടിപൊളി പിക്ചേഴ്സൊക്കെ റെഫറൻസ് അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂറോ പറവയുടെ ഇൻസ്റ്റാ ഹാൻഡിൽ, ആ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെക്കൗട്ട് ഷീ സ്റ്റൈൽ എന്ന ഇൻസ്റ്റഗ്രാം പേജ്. പിന്നെ ഈ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടത് ബ്ലൂറോ പറവ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലാണ്. ഇതാണ് ഞങ്ങളുടെ കപ്പിൾ ഷൂട്ട്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന്, ഈ ഷൂട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ. ബൈ.